അവരെന്നോട് കൂടെ പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? ഹല്ലേലൂയ. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണു കെട്ടി തല്ലപ്പെട്ടവനായി, മുഖത്തെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് പിഴുതെടുക്കപ്പെട്ടവനായി, തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവന്റെ മുഖത്ത് മനുഷ്യക്രിമികൾ കാർക്കിച്ചു തുപ്പുമ്പോൾ ആ തുപ്പലിനും മുഖം മറച്ചു കളയാതെ ഹല്ലേലൂയ സൗമ്യനായി എനിക്ക് വേണ്ടി എൻ്റെ രക്ഷിതാവ് നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി നിന്റെ അകത്തു കത്തുന്നുണ്ടോ? ഈ യോഗത്തിൽ ഇവിടെ ഇരിക്കുമ്പോ ആ ചിന്ത വല്ലോ നമ്മുടെ അകത്തുണ്ടോ? ഹൃദയം തകർന്നെന്റെ യേശുവേ അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവര് മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം. എന്റെ രക്ഷിതാവിനെ പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് രണ്ടിരുമ്പ് തൂണുകളുടെ നടുവിൽ പോലെ വളച്ചു നിർത്തി. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ. ആ ചാട്ടവാറിൽ ഈയക്കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും ഘടിപ്പിച്ചിരിക്കുന്നു. പടയാളികൾ രണ്ടുപേർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നു. എന്റെ രക്ഷിതാവിന്റെ പുറത്തെ ലക്ഷ്യമാക്കി ആ ചാട്ടവാർ താഴേക്ക് എറിയുമ്പോൾ ഈയക്കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും യേശുവിന്റെ പച്ചമാംസത്തിലേക്ക് അസ്ത്രം കണക്കെ ആഴ്ന്നിറങ്ങി. പടയാളി ആ ചാട്ടവാറ് മുകളിലേക്ക് പൊക്കുകയായിരുന്നില്ല, പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി താഴേക്ക് ചാട്ടവാറ് വലിക്കുകയായിരുന്നു. പോലെ വളഞ്ഞു നിൽക്കുന്ന എന്റെ രക്ഷിതാവിന്റെ മാംസത്തെ ആഴത്തിൽ കീറി ആ ചാട്ടവാറ് പൃഷ്ഠഭാഗത്തേക്ക് എത്തുമ്പോൾ പടയാളി അത് വലിച്ചെടുക്കുന്നു. പല പ്രാവശ്യത്തെ അടി കഴിഞ്ഞപ്പോ ഇന്ന് രാത്രി യേശുവിന്റെ ആ മാംസത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. എന്റെ രക്ഷിതാവിന്റെ മാംസം പല സൈഡിലേക്ക് കീറി തൂങ്ങി മറിഞ്ഞു കിടക്കുകയാ. ആ കീറി തൂങ്ങി മറിഞ്ഞു കിടക്കുന്ന മാംസത്തിന്റെ വിടവിലൂടെ ഉറവ ഊറി വരുന്നത് പോലെ ഒഴുകി ഇറങ്ങി വരുന്ന പരിശുദ്ധ രക്തം കാണാം. നെടുനീളത്തിൽ ഉഴുതുമറിയപ്പെട്ട ആ മാംസത്തിന്റെ വിടവുകളിലൂടെ ഉറവ ഒഴുകി വരുന്നത് പോലെ ഊറി ഇറങ്ങി പരിശുദ്ധ രക്തം വന്നിട്ട് ആ രക്തം അവസാനം വന്ന് തളം കെട്ടി കിടന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്താ. എന്റെ രക്ഷിതാവിന്റെ കീറി തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവുകളിലൂടെ ഊറി ഇറങ്ങി വന്ന് പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് തളം കെട്ടിക്കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ രക്തത്തിന്റെ അകത്ത് നിന്റെ രോഗശാന്തി എന്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ ഇന്നു രാത്രി എന്റെ രക്ഷിതാവിന്റെ കീറി തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തിയായി ഇതിന്റെ അകത്ത് ഇറങ്ങി വരട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു? കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അത്ഭുത രോഗശാന്തിയായി ഇതിന്റെ അകത്ത് ഇറങ്ങട്ടെ. ഞങ്ങൾക്കിവിടെ ഒരു പ്രത്യേക വ്യക്തിയെ ഉയർത്തി കാണിക്കാനില്ല. ഇന്നാര് വന്നാലേ രോഗശാന്തി നടക്കൂ എന്നെനിക്കൊരു വിശ്വാസമില്ല. കെ ജെ തോമസോ പ്രേസ് കർത്തായോ ബിഗ് സീറോയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്ക് വേണ്ടി പീലാത്തോസിന്റെ കൽത്തളത്തിൽ എന്റെ രക്ഷിതാവിന്റെ കീറി തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവിലൂടെ ഊറി ഇറങ്ങി വന്ന രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്. ആ
രക്തത്തിന് തകർക്കാൻ കഴിയാത്ത രോഗബന്ധനങ്ങളില്ല. ആ രക്തത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു രോഗാത്മാവിന് സാധ്യമല്ലെങ്കിൽ ഇന്നു രാത്രി ഞാൻ യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം ഇതിനകത്ത് ഉച്ചരിക്കുന്ന ഈ നിമിഷം തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇതിനകത്ത് ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ കൂട്ടിയിരിക്കുന്ന രോഗാത്മാവുണ്ടെങ്കിൽ നിന്റെ രോഗത്തിന്റെ പിന്നിൽ സ്വാഭാവിക രോഗമല്ല, അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രോഗാത്മാവുണ്ടെങ്കിൽ റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തം ഞാൻ വിളിച്ചു പറയുന്ന ഈ നിമിഷം അത്ഭുത രോഗശാന്തി ഇതിനകത്ത് നടക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് കർത്താവിനോട് നന്ദിയുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടുന്നു സ്തോത്രം പറയാമോ? ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീഥിയിലൂടെ ഇടത്തോട്ടും വലത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വീണ്ടും എണീറ്റും നടന്നു നീങ്ങി. ചോരത്തുള്ളികൾ യെരൂശലേം തെരുവീഥിയിൽ ഇറ്റിട്ട് വീഴ്ത്തി. തലയോടിടുമെന്ന ഗോൽഗോഥാ മലയുടെ മുകളിൽ എൻ്റെ പ്രാണപ്രിയനെ കൊണ്ടുവന്നു. ക്രൂശിന്മേൽ അവനെ കിടത്തി, കൈകാലുകളിൽ ആണിയടിച്ചു. ക്രൂശെടുത്ത് കുഴിയിലേക്കിടുമ്പോ അരുമനാഥന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. അവൻ പ്രാണവേദനയിലായി. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ രക്ഷിതാവ് അവസാനം എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല, പിന്നെന്താ അവൻ പറഞ്ഞത്? സകലവും നിവർത്തിയായി. മനുഷ്യവർഗമേ, നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതല്ല ഞാനിതോ നിവർത്തിച്ചിരിക്കുന്നു. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? അവർ കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാം. എന്റെ രക്ഷിതാവിന്റെ ക്രൂശിനെ ഒന്ന് കാണാവോ നിങ്ങളെ? ഹല്ലേലൂയ. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോക്കുകൊണ്ടോ എൻ്റെ അവതരണ ശൈലി കൊണ്ടോ ഇന്ന് രാത്രി എൻ്റെ രക്ഷിതാവിൻ്റെ ക്രൂശ് മറയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശുവിൻ്റെ ക്രൂശിനേക്കാൾ ഞാൻ ഏതെങ്കിലും മേഖലകളിൽ ഉയർന്നു നിൽപ്പുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ ക്ഷമ ചോദിച്ച്, എൻ്റെ അറിവില്ലായ്മയ്ക്ക് ഞാൻ ദൈവത്തോട് മാപ്പപേക്ഷിച്ച് ഇന്ന് രാത്രി എൻ്റെ രക്ഷിതാവിൻ്റെ ക്രൂശിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. ഹല്ലേലൂയ. മുൾക്കിരീടം ചൂടിയ ആ ശിരസുണ്ടല്ലോ, മറ്റൊരിടത്തും ചായച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നിട്ട് സ്വന്തം തോളോട് ചായച്ചു വെച്ച് പ്രാണനെ വെടിയുമ്പോൾ ഒരു പടയാളി വന്ന് വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തമൊഴുകുവാനില്ലാതിരുന്നിട്ട് വെള്ളമാണ് ഒഴുകിയത്. എവിടെ പോയ രക്തം മുഴുവൻ, ആർക്കു വേണ്ടി ഒഴുക്കിയ രക്തം മുഴുവൻ? മാന്യ സുഹൃത്തേ, താങ്കൾക്ക് വേണ്ടി യേശു തന്റെ പരിശുദ്ധ രക്തം ഒഴുക്കി. വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ചോരപ്പുഴയിൽ മുങ്ങിപ്പൊങ്ങി പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. ഇന്ന് രാത്രി മനസാക്ഷി കോടതിയിൽ കുറ്റബോധത്താൽ വേട്ടയാടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? സ്തോത്രം പറയാമോ? എല്ലാവരും രാത്രി ഒന്ന് ശ്രദ്ധിക്കാമോ? ധരിച്ചിരിക്കുന്ന വസ്ത്രവും പേഴ്സണാലിറ്റിയും ഒക്കെ മാന്യമായിരിക്കാം, പക്ഷെ നിന്റെ ആകം ഇന്ന് രാത്രി കുറ്റബോധത്താൽ വേട്ടയാടപ്പെടുകയാണെങ്കിൽ, ദൈവമേ, എൻ്റെ ഈ ജീവിത ശൈലിയിൽ നിന്ന് എന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ടോ? എൻ്റെ മേൽ പിശാചിട്ടിരിക്കുന്ന ഈ പാപത്തിന്റെ കയറിനെ പൊട്ടിച്ച് എന്നെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, നിന്റെ ജീവിത ശൈലിയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു യേശു, ദുഷ്ടപിശാച് നിന്റെ മേൽ കൊണ്ടിട്ടിരിക്കുന്ന പാപത്തിന്റെ കയറിനെ പൊട്ടിക്കാൻ അധികാരമുള്ളവൻ, പാപപരിഹാരം വരുത്താൻ വന്നവൻ ഇന്നു രാത്രി ഇതിന്റെ അകത്തുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം പറയാവോ നന്ദിയോടെ? ഈ ദൈവസ്നേഹം എന്നൊന്നും പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യന് മനസ്സിലാകുകയില്ല.
ദൈവസ്നേഹം പറയാൻ ആർക്കാ നേരം? ദൈവസ്നേഹം കേൾക്കാൻ ആർക്കാ താല്പര്യം? ഒന്ന് സ്തോത്രം പറഞ്ഞേ. അത് നമ്മളെക്കാൾ നല്ലവണ്ണം അറിയാവുന്ന ശ്ലീഹ പൗലോസിനാ. അതുകൊണ്ടാണ് പൗലോസ് പറയുക, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? നീതിമാന് വേണ്ടി ആരും മരിക്കുകയല്ല. അതെന്നാ മരിക്കാതെ? ഉള്ളതുപോലെ പറയുന്നവനെ ആർക്കും ഇട്ടല്ല. അത് രാഷ്ട്രീയത്തിലും ഇട്ടല്ല. നമ്മുടെ കാര്യം പോട്ടെ. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, ദുർഗുണൻ. സ്തോത്രം പറ. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന പേരാ ദുർഗുണൻ. നീതിമാനെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അവന് വേണ്ടി മരിക്കുകയില്ല. പൗലോസ് പറയാ, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ. അത് അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, കേട്ടപ്പോലോർത്താ. സ്തോത്രം. ഒന്നുകൂടെ പറ. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കട്ടെ. ഞാൻ പ്രസംഗിക്കാൻ വന്നു. ഒരാളിനോട്, പാസ്റ്ററേ, അടുത്ത മാസം 15-ാം തീയതി ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോകും. ആ മനുഷ്യൻ എനിക്ക് ഗുണവാനായി. ഞാനും ഗുണവാനും കൂടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് പേരെ എനിക്ക് ഓഫർ തന്ന മനുഷ്യനെ എടുത്തിട്ട് അടിക്കുക. ഉടനെ ഞാൻ അറബി അറിയത്തില്ലേലും മലയാളത്തിലാണേലും കെഞ്ചുക, തല്ലല്ലേ കൊല്ലല്ലേ അച്ചാനെ വെറുതെ വിടണേ, തല്ലല്ലേ കൊല്ലല്ലേ അച്ചാനെ വെറുതെ വിടണേ എന്നും പറഞ്ഞ് അമ്പമ്പോ ഞാൻ ഈ കാണുന്നത് അങ്ങേരോടൊരു സ്നേഹമുള്ളത് കൊണ്ടല്ല. അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പ് അങ്ങേര് തട്ടിപ്പോയാൽ എനിക്ക് കിട്ടാനുള്ളത് കിട്ടുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങേരെനിക്ക് ആ ഓഫർ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പം മുങ്ങിയെന്ന് ഓർത്താ മതി. അതാ പൗലോസ് പറയുക, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. പക്ഷെ ദൈവസ്നേഹം നിങ്ങൾ അറിയണം കേട്ടോ. മനുഷ്യവർഗ ഗുണവാന്മാരായത് കൊണ്ടല്ല, നമ്മൾ നീതിമാന്മാരായത് കൊണ്ടല്ല, നമ്മൾ പാപികളായിരിക്കേ, നമ്മൾ ശത്രുക്കളായിരിക്കേ, നമ്മൾ ബലഹീനരായിരിക്കേ, നമ്മൾ അഭക്തരായിരിക്കേ, ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാൽ സ്നേഹം എന്തെന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നു. കരുണ സമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം പറയാ. സ്തോത്രം ഒന്നും പറയാൻ തോന്നുന്നില്ലേ സഹോദരങ്ങളെ? എന്നോട് ഒത്തിരി പേരുടെ ആക്ഷേപം ഇതാ, ഒച്ച കൂടുതലാന്ന. ഒച്ച കുറയ്ക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇത് ഞങ്ങളാരും വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നതല്ല, ഒച്ച വെച്ച് പോകുന്ന. സ്തോത്രം പറഞ്ഞേ. ഈ ഇംഗ്ലീഷിലൊരു പദമുണ്ടേ, ഫെയ്ത്ത്, ഫാക്ട് ആൻഡ് ഫീലിംഗ്. വിശ്വസിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് അറിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും. സ്തോത്രം പറ. ഈ ആരാധന എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ഒച്ചപ്പാടല്ല. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പം നാം അറിയാതെ നമ്മിൽ നിന്ന് അണപൊട്ടുന്ന ഒരു ആവേശമാരാധന. എത്ര പേർക്ക് അത് മനസ്സിലാവുന്ന? ഒരു കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെന്ന് സ്തോത്രം പറ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നാട്ടിലെ കാര്യം പറയാം. ഫുട്ബോൾ അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ക്രിക്കറ്റ് അങ്ങ് എടുത്തു. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. റോണിക്കുട്ടൻ പത്തനംതിട്ടയിൽ കളി കണ്ടുകൊണ്ടിരിക്കുക. അവൻ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ധോനി 6 അടിച്ചു. ഉടനെ അവനെ സോഫായെ കിടന്ന് ചാടി മറിഞ്ഞുകൊണ്ട് പറയാ, ധോനിക്ക് ഇന്ത്യക്ക് 6. അവനിങ്ങനെ കീന്നും പറഞ്ഞ് വലിച്ചു കയറുമ്പം അമ്മ അവൻ അടുക്കളയെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കൻ എന്നാടാ തൊണ്ട കീറുന്നൊന്നും ചോദിച്ചേ. അമ്മ അങ്ങോട്ട് വന്നു. എന്നാ കണ്ടോണ്ടാടാ നീ തൊണ്ട കീറുന്നേ? അവൻ പറയാം, എന്നാ കണ്ടോണ്ടാന്നോ? അമ്മ ടി വിയിലോട്ട് നോക്ക്. അമ്മ ടി വിയിലോട്ട് നോക്കുമ്പം ഒരുത്തൻ്റെ കയ്യിൽ മടൽ പോലത്തെ ഒരു സാധനം. അവൻ്റെ പുറകിൽ 3 കുന്തം പോലത്തെ കമ്പ് കുത്തി വെച്ചേക്കുന്നു. അവൻ എതിരും 3 കുന്തം പോലത്തെ കമ്പ് കുത്തി വെച്ചേക്കുന്നു. ഒരുത്തൻ്റെ കയ്യിൽ കല്ലുണ്ട പോലത്തെ ഒരു പന്ത്. അവൻ ഓടി വരുന്നു, എറിയുന്നു. ആ മടൽ പോലത്തെ സാധനം കൈ പിടിച്ചവൻ അതിനെ അടിക്കുന്നു. ചിലത് ഉരുണ്ടു പോകുന്നു, ചിലത് പറന്നു പോകുന്നു. ആരാണ്ടൊക്കെ അതിൻ്റെ പുറകെ പോകുന്നു. ഏതോ ഒരുത്തൻ്റെ കൈ കിട്ടുന്നു. കൂട്ടയോട്ടം, കൂട്ടയടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു തൊപ്പിക്കാരൻ അവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ലേ? അമ്മ പറയാ, ഈ കിറുക്ക് കണ്ടോണ്ടാണോടാ നീ തലകുത്തനെ മറിയുന്ന മര്യാദ കിരീട അപ്പനുണ്ടാക്കിയ സോഫായ. അമ്മയ്ക്ക് ഫീലിംഗ് ഉണ്ടാകില്ല. കാരണം അമ്മയ്ക്ക് കളി അറിയത്തില്ല.
ചെറുക്കന് ഫീലിംഗ് ഉണ്ടാകും. കാരണം അവന് കളിയറിയാം. ഈ ആരാധന എന്നൊക്കെ പറയുന്നത് കുറച്ച് ശബ്ദകോലാഹലല്ലെന്ന്. ഇത് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴുള്ള ആവേശമാ. ഏതാ യാഥാർത്ഥ്യം? യേശുവിന്റെ ക്രൂശ് മരണം കൊണ്ട് എനിക്ക് എന്താ നേട്ടമുണ്ടായതെന്ന് എനിക്കറിയാമെന്ന്. എന്റെ യേശുവിന്റെ ക്രൂശ് കൊണ്ട് എനിക്കുണ്ടായ നേട്ടത്തിലുള്ള തിരിച്ചറിവല്ലേ ആരാധന. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരം അടിച്ച് ഒരു നിമിഷം കൂടെ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ, യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ, ക്രൂശിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ കരമടിച്ച് ആരാധന ജലിപ്പിച്ച് ഒരു നിമിഷം കൂടി രാത്രി ശക്തിയോടെ കർത്താവിനെ ആരാധിക്കുക. സ്വോത്രം 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 പറയാവോ? ക്രൂശ് കൊണ്ട് എനിക്ക് എന്താ ഗുണമുണ്ടായേ? ഒറ്റ കാര്യം മതിയല്ലോ തുള്ളിച്ചാടാൻ. എന്നാ ഗുണം? റോമർ 8:1. ഇപ്പൊ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒന്ന് ഉറക്കെ പറ, ഒരു ശിക്ഷാവിധി ഇല്ല. അതിന് ശിക്ഷാവിധി ഇല്ലാത്ത 3-ാമത്തെ വാക്യം പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം മണ്ണിൽ അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ പാപത്തിന്? എൻ്റെ പാപത്തിന്. ആരുടെ ജഡത്തിൽ? എൻ്റെ രക്ഷിതാവിൻ്റെ ജഡത്തിൽ എൻ്റെ ദൈവം ശിക്ഷ വിധിച്ചതുകൊണ്ട് അത് തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ എന്നോടാണ് തമ്പുരാൻ പറയുന്നത്, തൻ്റെ പുത്രനിൽ എൻ്റെ പാപത്തിന്റെ ശിക്ഷ തമ്പുരാൻ ചുമത്തിയതുകൊണ്ട് എനിക്ക് യേശുവിൽ ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. അത് മാത്രം പോരെ, ഈ രാത്രി സ്വോത്രം പറയാൻ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തുതിക്കുക. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിത്യ നരകത്തിന്റെ എരുതിയിൽ നിത്യത മുഴുവൻ കിടക്കണ്ട നിന്നെ തന്റെ പുത്രന്റെ ക്രൂശും മരണത്താൽ പൊക്കിയെടുത്തു നിത്യതയിൽ എത്തിക്കുക മാത്രമല്ലെന്ന്, വരാനുള്ള നിത്യതയിൽ തന്റെ പുത്രന്റെ സകല അവകാശങ്ങൾക്കും നിന്നെ കൂട്ടവകാശിയാക്കി തന്റെ പുത്രനെ പോലെ നിത്യതയിൽ നിന്നെ ഇരുത്താൻ തമ്പുരാൻ ഒരുക്കിയ രക്ഷാകര പദ്ധതിയ യേശുവിന്റെ ക്രൂശെന്ന് ഇന്ന് രാത്രി തിരിച്ചറിവുണ്ടോ? ദൈവത്തോട് നന്ദി ഉണ്ടോ? കരമടിച്ച് ഒരു നിമിഷം കൂടെ ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കുക. അത് മാത്രം പോരെ, ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേരത് തിരിച്ചറിയുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, വല്ലപ്പോഴും ഒക്കെ ദൈവസ്നേഹത്തെ ഓർക്കണേ. സ്വോത്രം പറഞ്ഞ് പണ്ടൊക്കെ നമ്മുടെ യോഗങ്ങളിൽ പാടുന്ന പാട്ടുണ്ടായിരുന്നു, നിന്മരണം കൊണ്ടെൻ്റെ പാസ്റ്റർ ഓർക്കുന്നു പോലും ഇല്ലെന്ന്, നിന്മരണം കൊണ്ടെൻ്റെ വൻനരകം നീ അകറ്റി. അതൊക്കെ പാടുമ്പോ ഹൃദയം പിടച്ച് വികസിക്കുമായിരുന്നു. കർത്താവിനോട് നന്ദി ഉണ്ടാകുമായിരുന്നു. സുവിശേഷ വേലയോട് എരിവുണ്ടാകുമായിരുന്നു. ജീവിതത്തിൽ ആഴമായ സമർപ്പണം ഉണ്ടാകുമായിരുന്നു. ഇന്നിപ്പം നിന്മരണം കൊണ്ട് എൻ്റെ വൻനരകം നീ അകറ്റി എന്നൊക്കെ പാടിയാൽ വായിക്കോട്ട് വിട്ട് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ആത്മാവരണങ്ങൾ പാടുന്ന പാട്ട് കേൾക്കണോ? വായ്പ വാങ്ങാൻ ഇടവരികയില്ല. സ്വോത്രം പറ. യോഗം കഴിയുമ്പോൾ എന്നെ വെറുതെ വിട്ടേക്കണം. ദൈവത്തെ സേവിക്കുന്നവന് ദൈവം നന്മ കൊടുക്കും. അതിന് ഞാൻ എതിരല്ല. പക്ഷെ ചാകാൻ നേരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ അതിപ്രസരണം നിന്റെ മസ്തിഷ്കത്തിന്റെ അകത്തേക്ക് തിരമാല പോലെ വന്ന് അടിക്കുമ്പോഴാകരുത് നീ ദൈവത്തിന് സ്വോത്രം ചെയ്യേണ്ടത്. അതിന്റെ അപ്പുറത്ത് നിത്യ നരകത്തിന്റെ എരുതിയിൽ നിന്ന് തന്റെ ഓമന പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ എന്നെ രക്ഷിച്ച രക്ഷയെ, എന്നെ